പൊളിഞ്ഞടുങ്ങുന്ന നുണപ്രചരണം. മെറ്റയുടെ മറുപടിയിൽ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി. വാർത്ത നീക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടത് ആരാണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന കാര്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ വാർത്തകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് എങ്ങനെ എന്നത്. റിപ്പോർട്ടർ TV, കൈരളി TV, ന്യൂസ് മലയാളം എന്നീ ചാനലുകളുടെ വാർത്താ കാർഡുകൾ അപ്രത്യക്ഷമായതോടെയാണ് വിവാദം കൊടുമ്പിരിക്കൊണ്ടത്. തനിക്കോ തൻ്റെ ഓഫീസിനോ ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യം ഈ വിവാദത്തോട് പ്രതികരിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു. മെറ്റയിലെ അപ്ഡേഷനിൽ സംഭവിച്ച പിഴവ് കാരണമാണ് വാർത്താ കാർഡുകൾ നീക്കം ചെയ്യപ്പെട്ടത് എന്നായിരുന്നു ആ വാർത്തയുടെ കാതൽ. സൈബർ പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത നൽകുകയും ചെയ്തത്. സൈബർ പോലീസിന് മെറ്റ അത്തരമൊരു മറുപടി നൽകി എന്നായിരുന്നു വാർത്തയിൽ പറഞ്ഞ കാര്യം. സൈബർ പോലീസിനെ കോട്ട് ചെയ്തു വരുന്ന വാർത്തകളിൽ പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇനിയാണ് ട്വിസ്റ്റ്. റിപ്പോർട്ടർ TVയും ന്യൂസ് മലയാളവും തങ്ങളുടെ വാർത്താ കാർഡുകൾ നീക്കം ചെയ്തതിനെതിരെ മെറ്റയ്ക്ക് പരാതി നൽകിയിരുന്നു. മെറ്റ ഇക്കാര്യത്തിൽ ഇരുവർക്കും മറുപടിയും നൽകി. ആ മറുപടി നമുക്കൊന്ന് കാണാം. ആഫ്റ്റർ തറോ കൺസൾട്ടേഷൻ വിത്ത് അവർ ടീം, വി ക്യാൻ കൺഫേം ദാറ്റ് ദി ടേക്ക് ഡൗൺ വാസ് എക്സിക്യൂട്ടഡ് ഇൻ കംപ്ലൈൻസ് വിത്ത് ദി ലോക്കൽ റിക്വയർമെൻറ്റ്സ് rather than due to a technical error. അതായത് സാങ്കേതിക പിഴവ് കൊണ്ടല്ല, പ്രാദേശികമായി വന്ന ചില ലീഗൽ റിക്വയർമെൻറ്റ്സിനെ തുടർന്നാണ് ഈ പോസ്റ്റുകൾ നീക്കം ചെയ്തത് എന്ന് മെറ്റ ഇരുവർക്കും മറുപടി നൽകി. മെറ്റയുടെ ഈ മറുപടിയോടെ രണ്ട് കാര്യങ്ങളാണ് പൊളിഞ്ഞു വീണത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വിശ്വാസ്യത തകർന്നു. സൈബർ പോലീസിനെ വിശ്വസിച്ച് കോട്ട് ചെയ്ത് വാർത്ത കൊടുത്ത മാധ്യമങ്ങളും കുഴപ്പത്തിലായി. അവരുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടു. ഇനി പന്ത് വീണ്ടും സർക്കാരിൻ്റെ കോർട്ടിലാണ്. ചില ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ തീരൂ. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരായ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ മെറ്റയോട് ആവശ്യപ്പെട്ടത് ആരാണ്? താൻ അറിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി ഇനിയും ആവർത്തിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുമോ? മെറ്റയുടെ മറുപടി എന്ന നിലയിൽ മാധ്യമങ്ങൾക്ക് നേരത്തെ സൈബർ പോലീസിൽ നിന്ന് വാർത്ത നൽകിയത് ആരാണ്? ഈ വിഷയം പരിശോധിക്കുവാൻ സൈബർ പോലീസിനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിരുന്നോ? ആഭ്യന്തരമന്ത്രിയെ മറികടന്നുകൊണ്ട് സൈബർ പോലീസിൽ രഹസ്യമായി ഇത്തരമൊരു നീക്കം നടത്താൻ ആരെങ്കിലും തുനിഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിക്ക് പങ്കുണ്ട് എന്ന പ്രതിപക്ഷ ആരോപണം അന്വേഷിക്കുമോ? ഈ ചോദ്യം മുഖ്യമന്ത്രിയോട് ഉന്നയിക്കേണ്ടത് കൈരളിയോ റിപ്പോർട്ടറോ ന്യൂസ് മലയാളമോ ഒന്നുമല്ല. ചിലരുടെ വാക്കും കേട്ട് എല്ലാം ടെക്നിക്കൽ എറർ മാത്രമാക്കുവാൻ വ്യഗ്രതപ്പെട്ട ചിലരുണ്ടായിരുന്നു. ആ മാധ്യമങ്ങളാണ് ഈ ചോദ്യം ഉന്നയിക്കേണ്ടത്. തങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ മാധ്യമങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്.